ഘടനാപരമായ മാറ്റങ്ങളെക്കാൾ ഗുണപരമായ മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ് KNA ഖാദർ കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. അഡ്വക്കേറ്റ് KNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏകീകരണം നിർദ്ദേശിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാര തകർച്ചയ്ക്ക് കാരണമാകുമെന്നും പാഠ്യപദ്ധതിയും പാഠപുസ്തകവും പരിഷ്കരിക്കുമ്പോൾ മാറുന്ന ലോകക്രമത്തെ ഉൾക്കൊള്ളാൻ ഭരണകൂടം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായി നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരു ഖാദറാണ് ഞാൻ. ആരോ അന്ന് തമാശയായി പറഞ്ഞു, ഖാദറിനെതിരെ ഖാദർ സംസാരിക്കുകയാണോ? 3.5 മാസം കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് 2.5 വർഷം എടുത്തിട്ട് ഗംഭീരമായ പഠനങ്ങളിലൂടെ ആണ് 10+2+3 എന്ന ഫോർമുല ആവിഷ്കരിച്ചത്. ഇവിടെ ആ ഫോർമുലയെ തന്നെ അട്ടിമറിക്കുവാൻ സഹായകരമായ മറ്റൊരു റിപ്പോർട്ട് 3.5 മാസം കൊണ്ട് ചുട്ടെടുത്ത് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഗവൺമെന്റിന് സമർപ്പിച്ച് അപ്പോൾ തന്നെ അതിൽ ചില ഭാഗങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവിറങ്ങി. പിന്നെ മാസങ്ങൾക്ക് ശേഷം 2ാമത്തെ ഭാഗം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ പ്രസിഡന്റ് R. ഷെജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ KK ശ്രീജേഷ് കുമാർ, K. സിജു, ഡോക്ടർ ആബിദ പുതുശ്ശേരി, മനോജ് കക്കിട്ടിൽ, അഖിലേഷ് P, ടോമി ജോർജ്, അനിൽകുമാർ P തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫൈനുകളും മാറ്റം വരുത്തിയ ഖനനച്ചട്ട ഭേദഗതികളും കേന്ദ്ര